ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അകാല നര മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കറുത്ത മുടി നരക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള പ്രോബ്ലമാണ് ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരക്കുക എന്നുള്ളത്. ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കറുത്ത മുടി വെളുത്തു പോകാതിരിക്കാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതുപോലെ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. മുടിയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും നല്ല ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും അകാല നരയെ ഭയങ്കരമായിട്ട് പേടിക്കുന്നത്. ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം മുടി നരക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ സമയത്തിന് മുമ്പേ തന്നെ അത് സംഭവിക്കുമ്പോൾ മാനസികമായിട്ടും ചില അസ്വസ്ഥതകൾ പലർക്കും നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ എന്നാൽ ഇതിനെല്ലാം മുമ്പായി നമ്മുടെ ശീലങ്ങൾ മാറ്റേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ അകാല നരയെല്ലാം സംഭവിക്കുന്നത്. ഏറ്റവും നല്ലത് അകാല നര ഒഴിവാക്കാൻ ചില മുൻകരുതലുകൾ എടുക്കൽ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുകവലി ഉപേക്ഷിക്കുക എന്നതാണ്. അകാല നര തടയാനുള്ള പ്രധാന വഴി അത് തന്നെയാണ്. ഇത് നമ്മുടെ മുടിയുടെ നിറം മാറ്റുന്നതിന് കാരണമാവുന്നുണ്ട്, പ്രായമാകുന്നതായി തോന്നിപ്പിക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, നല്ല വിറ്റാമിനുകളും അതുപോലെ ധാതു സമ്പന്നവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അകാല നര തടയാൻ ചില ഭക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഭക്ഷണങ്ങളിൽ ആർക്കെങ്കിലും വല്ല അലർജിയും ഉണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. ആദ്യം തന്നെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്കറികളാണ്. ഇലക്കറികൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമാണ്. അത് അകാല നര തടയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾക്കും നമ്മളെ ഇലക്കറികൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്കറികളിൽ നമുക്ക് ഫോളിക് ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ തലയോട്ടിയിലെ ചർമ്മവും എല്ലാം മെച്ചപ്പെടുത്തും. ഈ പച്ചക്കറികളിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ മെയിനായിട്ട് ചീര, കോളിഫ്ലവർ തുടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ പതിവായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ രണ്ടാമത്തതാണ് മഷ്റൂം ഉണ്ടല്ലോ, കൂണ്. നരച്ച മുടി വെളുപ്പിക്കുന്നതിനായി നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂൺ ഉൾപ്പെടുത്തുന്നത് മികച്ച ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ റൈഷി കൂൺ ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്തതാണ് ബ്ലൂബെറി. സിങ്ക്, അയൺ, ചെമ്പ്, വിറ്റാമിൻ ബി കോംപ്ലക്സ്, B12 എന്നിവയെ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. അതുപോലെ മെലാനിൻ പിഗ്മെൻറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതിന് ഈ പഴം വളരെ നല്ലതാണ്. നരച്ചത് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യമാണ് നട്ട്സ്. നമ്മൾ ഒരുപാട് നട്ട്സ് കഴിക്കുന്നത് നമ്മുടെ പ്രായം അധികം കാണിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ്. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും മികച്ചതാണ് നട്ട്സ്. അത് പഠനങ്ങൾ തെളിയിച്ച കാര്യം തന്നെയാണ്. അതായത് ആരോഗ്യകരമായ പല പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. മുടിയുടെ നര മാറ്റാനുള്ള പോഷകങ്ങൾ നട്ട്സിൽ ഒരുപാടുണ്ട്. അവയിൽ എണ്ണ വരെ സഹായകരമാണ്. എല്ലാ ദിവസവും ഒരു പിടി നട്ട്സ് കഴിക്കുന്നത് നിങ്ങളുടെ മുടിക്ക് മികച്ച ഗുണങ്ങൾ നൽകുന്നതായിരിക്കും. പിന്നെ അധിക പേർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും ഈ സൂര്യകാന്തി വിത്ത് എന്ന് പറയുന്നത്. ഈ ഗൾഫ് കൺട്രീസിലെല്ലാം അത് ഒരുപാട് സുലഭമായിട്ട് വാങ്ങി കഴിക്കുന്നവരാണ് ഈ അറബികളെല്ലാം. അപ്പോൾ സൂര്യകാന്തി വിത്തുകളിൽ ഇരുമ്പ്, സിങ്ക്, വിറ്റാമിൻ ഇ എന്നിവയുടെ സമൃദ്ധമായ പോഷകങ്ങളുണ്ട്. അപ്പോൾ വിറ്റാമിൻ B6 നരച്ച മുടി തടയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതിനാൽ മുടിയുടെ നര തടയാൻ നിങ്ങൾക്ക് സൂര്യകാന്തി വിത്തുകൾ കഴിക്കാവുന്നതാണ്. ഇതെല്ലാം നര തടയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്ന നല്ല ഭക്ഷണമാണ്. അതായത് പ്രായം തോന്നിക്കൂല. നമ്മുടെ മുടി നരക്കാതിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൽ പ്രായവും തോന്നിക്കൂല. പിന്നെ ഒരു ഫിഷ് ഉണ്ട്, സാൽമൺ, ട്യൂണ എന്ന് പറയും. പലർക്കും ഈ മത്സ്യങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ അവ നമ്മുടെ ആരോഗ്യത്തിന് മികച്ചതാണ്. സാൽമൺ മത്സ്യത്തിൽ omega-3 ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വളർച്ചയ്ക്ക് തിളക്കമാർന്ന മുടി നൽകുന്നതിനും മികച്ചതാണ്. ധാതുക്കൾ, പ്രോട്ടീന്, വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നിവ ഇതിലും ഉണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഈ മത്സ്യങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ട്യൂണയിലെ omega-3 ഫാറ്റി ആസിഡ്, പ്രോട്ടീൻ എന്നിവയുടെ അളവ് കൂടുതലാണ്. ഇത് കഴിക്കുന്നത് നര തടയുന്നതിന്
മികച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓയിസ്റ്റർ എന്ന് പറയുന്നൊരു ഫിഷ് വളരെ രുചികരമായതും ചിലവേറിയതുമായ ഒരു ആഹാര സാധനമാണിത്. എന്നാൽ ഇവയിലെ പോഷകമൂല്യവും വളരെ ഉയർന്നതാണ്. മുടിക്ക് പോഷണം നൽകുന്ന കാര്യത്തിൽ അവ വളരെ സഹായകരമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല മുടിയിൽ പുരട്ടിയാൽ എണ്ണയുടെ രൂപത്തിൽ പോലും ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അലർജി പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങളുടെ അകാലനര തടയാനും മുടി എന്നും കറുപ്പായിട്ടിരിക്കാനും വേണ്ടിയിട്ട് മാത്രം സഹായിക്കുന്ന കാര്യമല്ല. ഈ ഫുഡെല്ലാം നിങ്ങൾക്ക് എന്നെന്നും ചെറുപ്പം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്നതാണ്. പ്രായമാകുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് പലരും. അപ്പം അങ്ങനെയുള്ളവർ, അതായത് മുഖത്ത് ചുളിവ് വരുന്നതും ഇങ്ങനെ അകാലനര തടയാൻ വേണ്ടിയിട്ടെല്ലാം ഈ ഒരു ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഫ്യൂച്ചറിലിടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.